സുഹൃത്തുക്കളെ, പാതയിലുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഇങ്ങനെ കാണുമായിരുന്നു. അപ്പോൾ മനസ്സിൽ തോന്നിയ കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ദേശീയപാത പൊളിഞ്ഞു. നാഷണൽ ഹൈവേയുടെയാണ്. അത് പൊളിഞ്ഞു വീണു മലപ്പുറത്ത്. സംസ്ഥാനത്ത് പലയിടത്തും വിള്ളലുണ്ടാകുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയൊക്കെ ചെയ്ത വാർത്തകൾ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ ആരാണ് പെട്ടിരിക്കുന്നത്? സത്യത്തിൽ കേന്ദ്ര സർക്കാർ പെടേണ്ട ഒരു വിഷയമല്ലേ, NHAA ഒക്കെ പെടേണ്ട ഒരു വിഷയം. പക്ഷേ പെട്ടിരിക്കുന്നത് മന്ത്രി മുഹമ്മദ് റിയാസ് മാത്രമാണ് എന്നുള്ളതാണ് ഇതിലെ ഒരു കൗതുകകരമായ വാർത്ത. അതായത്, നിങ്ങളിന്ന് മലപ്പുറത്ത് യൂത്ത് ലീഗുകാരുടെ പ്രതിഷേധമൊക്കെ കാണുമ്പോഴും അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും മാത്രം മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ് അവർ പ്രതിഷേധിച്ചത് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായുള്ളത്. സാധാരണഗതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി എന്നൊക്കെയുള്ള നിലയിൽ കൂടുതലും കേന്ദ്ര ഫണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണല്ലോ നടക്കുക. അതൊക്കെയാണ് സ്വാഭാവികമായിട്ടും പരിഗണിക്കപ്പെടേണ്ടത്. പക്ഷെ പരിഗണിക്കപ്പെട്ടത് ഇതാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ ഒരു രാഷ്ട്രീയം. സാധാരണഗതിയിൽ ഒരാൾക്കും ഈ ഒരു ഗതികേട് വരരുതേ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരാൾക്കും ഇങ്ങനെയൊരു ഗതികേട് ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുകയാണ്. സംസ്ഥാനം ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതിലൊക്കെ പണം നൽകി എന്നൊക്കെയുള്ളത് പറഞ്ഞിട്ടാണ് ഇവരിതിൻ്റെ വലിയ അവകാശവാദങ്ങളുമായി മുന്നോട്ട് പോയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ട് ഇതിനിങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതി ആയിരുന്നിട്ട് പോലും, കേന്ദ്രം ഇറങ്ങി പണിയെടുക്കുന്ന ഒരു പദ്ധതിയായിട്ട് പോലും അതിന് നാട് നീളെ വലിയ ഫ്ലെക്സ് ബോർഡൊക്കെ വെച്ച് സ്വന്തം പദ്ധതിയായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? അത് ഈ മന്ത്രി മുഹമ്മദ് റിയാസും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലും അവരും അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഫലത്തിൽ ഉണ്ടായിട്ടുള്ളത്. മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത്, എല്ലാ ആഴ്ചയിലും റിവ്യൂ നടത്തുന്നു, എല്ലാ ആഴ്ചയിലും സ്ഥലത്ത് വിസിറ്റ് നടത്തുന്നു, അങ്ങനെ 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 ഒരു 100,000 സെൽഫികൾ, ഇതെല്ലാം ഇട്ടിട്ടുള്ള കളിയാണ് കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ആദ്യം തുടക്കത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആകെ വെട്ടിലായി പോയി മുഹമ്മദ് റിയാസ് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാതെ പറയാം. കാരണം ആ ദിവസത്തെ പ്രതികരണം ദൗർഭാഗ്യകരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പിന്നീട് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം UDF പ്രധാനമായിട്ടും സാധാരണഗതിയിൽ കേന്ദ്രത്തെയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. പക്ഷേ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് കേന്ദ്രത്തെ അറ്റാക്ക് ചെയ്യുകയല്ല. ഇപ്പോൾ ലീഗിൻ്റെ അടക്കം പ്രതികരണം അല്ലെങ്കിൽ പ്രതിഷേധമൊക്കെ ഉണ്ടായിട്ടുള്ളതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കേന്ദ്രത്തിനെതിരെ ഉണ്ടാകേണ്ട ഒരു പ്രതിഷേധം ഫലത്തിൽ അത് ഏറ്റെടുത്തത് റിയാസിൻ്റെ പ്രതികരണങ്ങളും ഓവറാക്കി ചളമാക്കിയ നടപടികളുമാണ്. ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ അരിക്കൊമ്പൻ ദൗത്യവുമായി ബന്ധപ്പെട്ട ദേശീയപാതയുടെ വീഡിയോ വന്നപ്പോൾ കേരളത്തിലെ റോഡുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ എന്തിനും ഏതിനും അങ്ങ് കേരളത്തിൽ ആര് റോഡ് ഉണ്ടാക്കിയാലും അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് തങ്ങൾക്കാണ് എന്ന അർത്ഥത്തിൽ കളിച്ച കളിയാണ് ഇതുവരെ എത്തിച്ചിട്ടുള്ളത്. ഒരു പരിധിവരെ ഇന്നലെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത പല നേതാക്കളും, പ്രത്യേകിച്ച് യുവരാജ് ഗോകുലിനെ പോലുള്ള നേതാക്കളൊക്കെയും ഇതിൻ്റെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചയ്ക്ക് NHAA അത് ഉത്തരവാദിയാണ്, അതിൻ്റെ വീഴ്ച പരിശോധിക്കും, അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഫലത്തിൽ BJPയുടെ ആ സ്റ്റാൻഡ് ഒരു പരിധിവരെ സ്വാഗതാർഹമാണ്. മാത്രമല്ല, ഇന്ന് കേന്ദ്ര സർക്കാർ അതിൽ തുടർ നടപടിയും എടുത്തിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഈ കമ്പനിയെ, വളരെ പ്രസിദ്ധമായ കമ്പനിയാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്, പക്ഷേ ആ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കേന്ദ്രം അതിൻ്റെ തുടർ നടപടികളൊക്കെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. BJP അതിൻ്റെ വീഴ്ച പരിശോധിക്കണം, ആർക്കൊക്കെയാണ് വീഴ്ച വന്നതെന്ന് പരിശോധിക്കണം എന്നൊക്കെയുള്ള നിലപാടുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അപ്പോൾ ഈ സംഭവവികാസങ്ങളുടെ ആത്യന്തികമായ ഗുണമാർക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സ്വാഭാവികമായും പ്രതിപക്ഷത്തിൻ്റെ ആരോപണം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഫ്ലെക്സ് വെച്ചവരെവിടെ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ മുഹമ്മദ് റിയാസ് ആദ്യ ദിവസങ്ങളിൽ മൗനം പാലിക്കുന്നു, അത് BJP കുറ്റമേൽക്കുന്നു. ഇതിനൊരു മറ്റൊരു വശം കൂടിയുള്ളത്, സ്വാഭാവികമായിട്ടും ഈ നിലയിൽ ഈ കുറ്റം ഏൽക്കുന്നതോടുകൂടി BJPയെ സംബന്ധിച്ച് അറിയാം, ഈ പ്രശ്നമൊക്കെ ഇന്ന് തീരുന്നതാണ്. നാളെ ഇതുവഴി ഈ സ്ഥലത്തുണ്ടായ അപാകതയൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇതുവഴി വണ്ടി ഓടി തുടങ്ങും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയൊക്കെ തന്നെ എത്തിച്ചേരും. ആ സാഹചര്യം ഉള്ള ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇനി മുഹമ്മദ് റിയാസിന് വരാൻ കഴിയില്ല. അപ്പോൾ പതുക്കെ റിയാസ് ഇത് തിരിച്ചറിയുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ സംഭവത്തെക്കുറിച്ച് പരിശോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യ ദിവസത്തെ ഒരു ഷോക്കിന് ശേഷം റിയാസിനെ പോലുള്ളവർ രംഗത്ത് വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും ഇതൊക്കെയാണ് ഇതിലെ രാഷ്ട്രീയ സാഹചര്യം. ആത്യന്തികമായി അതുകൊണ്ട് ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട നേട്ടം, അത് ഈ പദ്ധതിയുടെ അവകാശികൾ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആകെ ഇത് ഏറ്റെടുക്കാൻ, ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വന്നത് BJP ആണ് എന്നുള്ളതാണ്. അത് അവർ ഏറ്റെടുക്കുകയും ചെയ്തു. അതിലും രാഷ്ട്രീയമുണ്ട്. അതായത് BJP തിരിച്ചറിയുന്നത് ഇതാണ്, ഇതിൽ ഇനി
ഒരു ക്ലെയിമുമായി ഇനിയൊരു ഇതിൻ്റെ ഒരു സമയമുണ്ടായപ്പോൾ ഇതിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ക്ലെയിം ചെയ്യാൻ വന്നില്ലല്ലോ, ഇതിൻ്റെ അവകാശികൾ ഞങ്ങളാണെന്ന് പറഞ്ഞില്ലല്ലോ. ആ പറയാത്ത സംസ്ഥാന സർക്കാരിന് ഇനി ഇതിൻ്റെ ക്ലെയിമും അവകാശപ്പെടാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നമൊക്കെ ഇപ്പോഴത്തെ ബഹളം മാത്രമാണ്. ഇത് പരിഹരിക്കപ്പെടുകയും ഈ റോഡിൻ്റെ പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഇത് വീണ്ടും റീടാർ ചെയ്യുകയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കുഴപ്പങ്ങൾ മാറ്റുകയൊക്കെ ചെയ്യും. അതിവേഗമാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വിഷയത്തിൽ ഇടപെട്ടത്. 24 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഇതിൻ്റെ കമ്പനിയെ കരിമ്പട്ടികൾ ഉൾപ്പെടുത്തുകയും ചെയ്തു. അവരെ ഡീബാർ ചെയ്യുന്ന നടപടിയാണ് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ നിതിൻ ഗഡ്കരിയെക്കുറിച്ച് ആർക്കും ഒരു മോശം അഭിപ്രായമില്ല. പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരി ഏറ്റവും ഇഷ്ടമുള്ള ആൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെയുള്ളവരാണ്. അപ്പോൾ ആ സാഹചര്യം അവിടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിലൊരു കുറ്റപ്പെടുത്തൽ രാഷ്ട്രീയത്തിലേക്ക് പോകില്ല. ഫലത്തിൽ ഇവിടെ എന്താ പറയുക, എന്ത് ചെയ്താലും അതിൻ്റെ നേട്ടം അവകാശപ്പെട്ട് ഇറങ്ങുന്ന മുഹമ്മദ് റിയാസിന് ഇനി ചാടിക്കയറി നാഷണൽ ഹൈവേയുടെ കാര്യത്തിലൊരു അഭിപ്രായം പറയാൻ ആകാത്ത നിലയിലേക്ക് ഈ വിവാദം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. റിയാസിൻ്റെ വായടക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ നമുക്കറിയാം, റോഡുകളുടെ അവകാശവാദവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡുകളുമായി ബന്ധപ്പെട്ട നഗരസഭാ പരിധിയിലുള്ള റോഡുകളുടെ കാര്യത്തിൽ പോലും PWD വലിയ തർക്കങ്ങളുമായി അവകാശവാദങ്ങളുമായി രംഗത്തിറങ്ങുകയും മന്ത്രി MP രാജേഷും ഫലത്തിൽ മുഹമ്മദ് റിയാസും തമ്മിലുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോവുകയൊക്കെ ചെയ്ത വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ അവകാശവാദങ്ങൾ, ഇപ്പോൾ കേന്ദ്ര പദ്ധതികൾ പലതും അവരുടെ ഫണ്ട് ഉണ്ടെങ്കിലും അവരുടെ പേര് വെക്കാതെ അത് പരിപൂർണമായൊരു സംസ്ഥാന പദ്ധതിയായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന കാഴ്ചകളൊക്കെയും വലിയ വിവാദങ്ങളായി കേരളത്തിൽ കണ്ടതാണ്. എന്തായാലും അത്തരം അവകാശവാദങ്ങൾ ഏറ്റെടുത്ത് എല്ലാം ഞങ്ങളുടേതാണ് എന്ന് പറയുന്നവർക്കുള്ളൊരു തിരിച്ചടി കൂടിയാണ് ഈ സംഭവം. ഒരു കാര്യം കൂടി തോന്നുന്നത്, ഇങ്ങനൊരു സംഭവം ഉണ്ടായത് നന്നായി. കാരണം ഇത് ഈ ഘട്ടത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം ബലക്ഷയങ്ങളൊക്കെ തിരിച്ചറിയപ്പെടുക, നാട്ടുകാരൊക്കെ പലതവണ ചൂണ്ടിക്കാട്ടിയതാണെന്ന് പറയുന്നു. തിരിച്ചറിയപ്പെടുന്നത് അവിടെ ഒരു നല്ല നിർമ്മാണം ഉറപ്പുവരുത്താൻ എവിടെയെങ്കിലും ഒരു കേരളത്തിലെ റോഡുകളുടെ ആകമാനം ഒരു പരിശോധനയിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിക്കാൻ ഈ വിവാദം ഗുണം ചെയ്തു എന്ന് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ കേന്ദ്ര സർക്കാരും അല്ലെങ്കിൽ ഇപ്പോൾ മുൻ IIT ഉദ്യോഗസ്ഥരൊക്കെ അടങ്ങുന്ന സംഘത്തെയൊക്കെ വിട്ട് പലതരത്തിലുള്ള പരിശോധനകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുകയും അതിലേക്കൊക്കെ കടക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ഇതുണ്ടായതിന് ശേഷം നമ്മൾ കണ്ടുവരുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച് ആകെയുള്ളത് ഇനി നിർമ്മാണം ഇത് കാരണം വൈകുമോ, അതായത് ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കിയ ശേഷം വേണമല്ലോ തുടർ നടപടികൾ എങ്ങനെ വേണം, വേഗത്തിലാക്കണോ, അതൊരു പ്രശ്നമായി നിൽക്കുകയല്ലേ, അത് ഇതേപോലെ നിർമ്മാണം തുടർന്നാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് സ്വാഭാവികമായ കാലതാമസമാണ്. പക്ഷെ അത്തരം കാലതാമസങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള വളരെ വേഗത്തിൽ നടന്നിരുന്നൊരു പദ്ധതിയാണ്. പക്ഷെ അത് ഒരല്പം താമസിക്കാനുള്ള സാധ്യതയാണ്. അങ്ങനെ ആ മേഖലയിലൊക്കെ മണിക്കൂറുകൾ കാത്തിരുന്നാണ് യാത്ര ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ ഓരോ മേഖലയിലൂടെയും ഇതുവഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാഴ്ച അത് തന്നെയാണ്. അതുകൊണ്ട് അത്തരം മനുഷ്യരെ സംബന്ധിച്ചൊരു വലിയ, നാട്ടുകാരെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയമാണ്. മൊത്തത്തിൽ കേരളത്തിലാകെ നോക്കിക്കഴിഞ്ഞാൽ ഇത് അപൂർവ സ്ഥലങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിർമ്മാണത്തിലൊക്കെ അപാകത വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വിശദമായ പരിശോധനയ്ക്ക് സാധ്യതകൾ ഉയരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നടക്കട്ടെ കാര്യങ്ങൾ. അപ്പോൾ ഈ വിവാദം ആകെ വലിയ ട്രോളിലായതും എയറിലായതും മുഹമ്മദ് റിയാസ് മാത്രമാണെന്നാണ് തോന്നിപ്പോകുന്നത്. സ്ഥലത്തിൽ ഒരു പ്രതിസ്ഥാനത്ത് എത്തേണ്ടിയിരുന്ന കേന്ദ്ര സർക്കാരോ നിതിൻ ഗഡ്കരിയോ ഒക്കെ വളരെ സേഫായിട്ടിരിക്കുകയുമാണ്. നിങ്ങളുടെ അഭിപ്രായം എന്ത്? അത് കമൻറ്റായി പറയുക. നന്ദി.